ഹലോ, ഞാനിന്ന് ഒരു വ്യത്യസ്തമായ ഒരാളെ കാണിച്ചു തരാം കേട്ടോ. എല്ലാവർക്കും സ്വാഗതം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എവിടെ എന്ത് കിട്ടിയാലും അവളൊന്ന് ടച്ച് ചെയ്ത് നോക്കും. കണ്ട, ഒരു പൂച്ചെടിയുടെ ഭാഗമാണ് കടിച്ചു തിന്നുന്നത്. കയറി പോന്ന് പറഞ്ഞു പുള്ളി. വേണ്ട, ബാ. പുള്ളി പിന്നെ ഒരൊറ്റ ഓട്ടം വെച്ച് കൊടുക്കും വീടിനകത്തേക്ക്. ഇത് കണ്ടോ, ഇത് പുള്ളിക്കാരന് നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന സ്ഥലമാണേ. പക്ഷേ പുള്ളി അവിടെ പറ്റുന്ന ഭക്ഷണം കഴിക്കുകയില്ല. പുള്ളിക്കൊരു സ്വഭാവമുണ്ട്. പുള്ളിക്ക് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന കൂടെ കഴിച്ചാലേ പുള്ളിക്കൊരു സ്വസ്ഥതയാകുള്ളൂ. പുള്ളിയല്ല, പുള്ളിക്കാരത്തിയാണേ. അവൻ്റെ പരിപാടി തുടങ്ങിക്കഴിഞ്ഞു. ഇത് കണ്ടോ, വേറൊരു കലാവിരുത് അതിൻ്റെ പുറകിൽ കണ്ടോ. എത്ര രൂപ മുടക്കി പെയിൻ്റ് അടിച്ചതാണെന്നറിയോ. അത് മൊത്തം അവൻ കടിച്ചെടുത്ത് കളഞ്ഞു. കണ്ടോ, ഞാനിപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചേ. ഇനി ഇവൾക്ക് ഇരിക്കപ്പുറതിയില്ല. ഇനി തുടങ്ങിക്കോളും കലാപരിപാടികൾ. ഇന്ന് ഞാൻ ഫ്ലോറൊക്കെ കഴുകി ആ മാറ്റൊക്കെ എടുത്ത് ഉണങ്ങാൻ ഇട്ടിട്ടേ ഉള്ളൂ. നോക്കുന്നുണ്ടേ, കണ്ട പൊങ്ങുന്നുണ്ട് ഡൈനിങ് ടേബിളിലോട്ട് ചാടാൻ വേണ്ടിയിട്ട്. അങ്ങനെ പുള്ളി ഒരൊറ്റ ചാട്ടത്തിന് കണ്ടോ. ഇതാണ് പുള്ളിയുടെ ബ്രേക്ക്ഫാസ്റ്റ്. കണ്ടോ, നമ്മുടെ കൂടെ കഴിച്ചാൽ അവനൊരു സുഖമുള്ളൂ. കണ്ടോ, ഇനി ഒരുപാട് ഇവൻ്റെ വ്യത്യസ്തമായ സ്വഭാവങ്ങളുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവന് നമ്മളായിട്ട് അവന് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലത്ത് ഇട്ട് കൊടുത്താൽ അവൻ കഴിക്കത്തില്ല. അവൾക്ക് എന്തും ശരിക്കും ചെന്ന് കേട്ടോ. അവൻ ദേഷ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ പാത്രമൊക്കെ വലിച്ചെറിയും. നമ്മുടെ കൂടെ കിടത്തിയില്ലെങ്കിൽ നമ്മളെ ഒന്ന് കടിക്കും. അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ സ്വഭാവങ്ങൾ ഇവനുണ്ട്. ആവശ്യങ്ങൾ കഴിഞ്ഞു, വയറൊക്കെ നിറഞ്ഞു, ഇനി പോകാനുള്ള പരിപാടിയാണ്. കണ്ടോ, ഒരൊറ്റ ചാട്ടം. അങ്ങനെ ഇതൊരു വികൃതി കാണണേ. നോക്കി, ഇത് കണ്ടോ. അവൾക്ക് ഇങ്ങനെ കിടന്നുറങ്ങിയാലേ അവൾക്ക് സുഖം വരുള്ളൂ. ഇത് കണ്ടോ, ഇങ്ങനെ ഏതെങ്കിലും ഒരു മുയൽ കിടന്നുറങ്ങുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പട്ടി, പൂച്ച അതൊക്കെ ചെയ്യും. പക്ഷെ മുയൽ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. അവളെ ഇങ്ങനെ പിടിച്ച് കൂടെ കിടത്തിയില്ലെങ്കിൽ അവൾക്ക് ദേഷ്യം വരും. അവൾ പിന്നെ നമ്മളെ മാന്തും കടിക്കുകയൊക്കെ ചെയ്യും എണീപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ. ഇങ്ങനെ ഈ കട്ടിലെ കൂടെ റൗണ്ട് അടിക്കും. പൊന്നുഷേ, ഞങ്ങൾ പൊന്നുഷേന്ന് അവളെ വിളിക്കുന്നേ. കിടക്കുന്ന കണ്ടോ. നമ്മൾ കയറി കിടന്ന ഉടനെ അവൾ ഹാജരാ. പൊന്നുഷേ, വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനി എല്ലാവർക്കും ഒരു സംശയം കാണും, ഇവൾ വീടിനകം വൃത്തികേടാക്കത്തില്ലേന്ന്. ഒരിക്കലുമില്ല. ഇവൾ ഒരു ബെഡ്റൂമിലോ ഹാളിലോ ഒരു സ്ഥലവും ഇവൾ യൂസ് ചെയ്യാറില്ല. ഇവൾ വന്ന് നമ്മുടെ വാഷ് ബേസിനുണ്ടല്ലോ, അതിൻ്റെ അടിയിൽ പൈപ്പ് കൊടുത്തേക്കുന്ന ഒരു ഹോളുണ്ടല്ലോ, അവിടെയാണ് ഇവളുടെ എല്ലാ കാര്യങ്ങളും സാധിക്കുന്നത്. ഇവൾക്ക് വെള്ളം വേണ്ടാത്ത സമയത്ത് നമ്മൾ വെള്ളമൊക്കെ കുടിക്കാൻ കൊടുത്തുണ്ടല്ലോ, വെള്ളം കുടിക്കാൻ കൊടുക്കുന്ന ആ പാത്രം കടിച്ച് പിടിച്ചിട്ട് ഒരൊറ്റ ഏറ് വെച്ച് കൊടുക്കും. ഇരിക്കുന്ന കണ്ടോ, അത്ര സുന്ദരിയായിട്ടാണ് ഇരിക്കുന്ന. നോക്കി, ഇവൾ എത്ര കുട്ടി ഇടുന്നതെന്നറിയോ. ഒരൊറ്റ പ്രസവത്തിൽ ഇവൾ 7 കുട്ടി 8 കുട്ടി വരെ ഇടും. അങ്ങനത്തെ മിടുക്കി കുട്ടിയാ. പിന്നെ ഇവൾ കുഞ്ഞിട്ട് കഴിഞ്ഞാൽ ഒന്നും ശ്രദ്ധിക്കുകയേ വേണ്ട. അവൾ തന്നെ അതിന് പാലൊക്കെ കൊടുത്ത് ശുശ്രൂഷിച്ച് നമ്മുടെ അടുത്ത് കൊണ്ടുവന്ന് വിടും. എല്ലാം കണ്ണൊക്കെ വിരിഞ്ഞ് നല്ല കുട്ടികളായിട്ട് വരുന്നു. പാകത്തിന് അവൾ എടുത്തുകൊണ്ട് വരും. നമ്മൾ ശ്രദ്ധിക്കുകയേ വേണ്ട. നീണ്ടു നൂർന്ന് അവിടെ കിടന്നു. ഇവളുടെ ലേബർ റൂം എവിടെയാണെന്ന് കേൾക്കണോ? കട്ടിലിൻ്റെ അടി. ഏതെങ്കിലും ഒരു കട്ടിലിൻ്റെ അടിയാണ് ഇവൾ ലേബർ റൂമായിട്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ.